ഹലോ ഗൈസ്, അപ്പം നമുക്ക് ബെറ്റർ ലൈഫിൻ്റെ മലയാളം വേർഷൻ കാണാവേ. അപ്പം എന്ന് വെച്ചാൽ കുറേ ദിവസം വീഡിയോ വരാത്ത കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇപ്പോഴും എൻ്റെ വോയിസ് ഒന്നും ശരിയായിട്ടില്ല. അപ്പം എന്താ പറയുക, നമുക്ക് ഇനി എന്തായാലും പോയിട്ട് കാണാവേ. സോറി എൻ്റെ വോയിസ് ക്ലിയർ അല്ലെങ്കിൽ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാവേ. അലാറം ഒന്നും അടിച്ചില്ലെങ്കിലും ഞാൻ ഇന്ന് 7 മണിയായപ്പോൾ എഴുന്നേറ്റു. കാരണം എനിക്കിന്ന് കുറച്ച് പണികളുണ്ട്. അപ്പം നമുക്കെന്തായാലും എഴുന്നേറ്റിട്ട് ഇത്തിരി സിപ്പ് ഓഫ് വാട്ടർ കുടിക്കാം. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് വാട്ടർ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ് ഹെൽത്തിനെന്ന്. അപ്പോൾ അതൊക്കെ തന്നെ കഴിഞ്ഞിട്ട് നമുക്കിനി നേരെ തന്നെ ബ്രഷ് ചെയ്യാനായിട്ട് പോവാവേ. നമുക്ക് ബ്രഷൊക്കെ ചെയ്തിട്ട് വേണമെന്ന് ഫ്രഷായിട്ട് വരാനായിട്ട്. നമ്മൾ നേരത്തെ തന്നെ ഫ്രഷൊക്കെ ആയിട്ട് വന്നു. ഇനി നമുക്ക് അടുത്തത് എന്താ ചെയ്യാൻ പോണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വിക്ക്ലി ഒരു ഷവർ എടുക്കാവേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈയിടെയായിട്ട് എന്താ പറയുക, വീഡിയോസ് ലെങ്തി ആയിട്ടല്ലല്ലോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലപോലെ സപ്പോർട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ തന്നെ പോയിട്ട് ബാത്ത് ടബിലൊന്ന് ഷവർ എടുത്തിട്ട് വരാവേ. അപ്പോൾ നമുക്ക് കുറച്ച് ലോണ്ട്രിയുടെ ബോൾസും കാര്യങ്ങളൊക്കെ ഇടാം. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ കുളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബോഡി ലോഷനാണ്, അല്ലാതെ സോപ്പല്ല ഗൈസ് ഞാൻ യൂസ് ചെയ്യാറ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഞാൻ ബോഡി ലോഷൻസാണ് യൂസ് ചെയ്യാറ്, അല്ല ബോഡി വാഷാണ് യൂസ് ചെയ്യാറ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കുളിച്ചൊക്കെ തന്നെ കഴിഞ്ഞു. എനിക്ക് അങ്ങനെ സ്കിൻ കെയർ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാൻഡിലൊക്കെ ഒന്ന് ബ്ലോ ചെയ്തെന്ന് എന്നുവെച്ചാൽ ബ്ലോ ചെയ്തപ്പോൾ അത് എങ്ങനെ ബ്ലോ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ തന്നെ പോയിട്ട് ഡ്രസ്സാക്കാവേ. എനിക്ക് ഇന്ന് പ്ലേ ക്ലാസ്സിൽ പോകാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ പറയാമെന്ന് ഒന്നും എനിക്കറിയത്തില്ല. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ കേസ് പോയിട്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. ഇപ്പം എന്താ പറയാതെ കണ്ടു. പിന്നെ നമ്മൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ടെന്നീസ് ക്ലാസ്സിനും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ വേണം, അതിനൊരു യൂണിഫോമും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു നമുക്ക് പിങ്ക് കളർ ലിപ്സ്റ്റിക് ഇടാമെന്ന്. അതെനിക്ക് ഒട്ടും ചേരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ തന്നെ റെഡ് കളർ ലിപ്സ്റ്റിക് ഇട്ടു, എപ്പോഴും ഇടുന്ന പോലെ. അത് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് NYBയുടെ ആണെന്ന് തോന്നുന്നത്. പിന്നെ ഞാൻ നേരത്തെ തന്നെ സ്റ്റീം ചെയ്ത് കേട്ടോ. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആയിരുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തിട്ട് നമുക്ക് നേരെ തന്നെ ഇനി താഴെ പോവാം. അപ്പം അതിന് മുമ്പ് എൻ്റെ സ്റ്റെയിൻലി ബോട്ടിൽ എടുക്കാനായിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെയൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ നേരത്തെ തന്നെ പാക്ക് ചെയ്തിട്ട് പോവാം. പക്ഷേ ഇപ്പോൾ സമയം ഭയങ്കര ഏർലി ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വെച്ചാൽ ഭയങ്കര കാമായിട്ട് പോവാമെന്ന്. അപ്പോൾ ഇപ്പോൾ സമയം 8:30 7 മണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ 8:30 റെഡിയായി വന്നത്. അവിടെ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ എത്തിയാൽ മതി. അങ്ങനെ ഞാൻ നേരത്തെ ഒന്ന് 3rd ഫ്ലോറിലോട്ട് പോയി കുറച്ച് സംഭവമൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണും ടാബ്ലറ്റും എടുക്കാനുണ്ടായിരുന്നേ. നമ്മളതൊക്കെ തന്നെ തുറന്ന് 3 ഫോണുണ്ട്. ഏത് ഫോൺ എടുക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരു ടാബ് എടുത്തു, ഒരു ഫോണും എടുത്തു. എന്നുവെച്ചാൽ 3 ഫോണിലും നമുക്ക് 3 ഇതാണ് ഉള്ളത്. ഒരെണ്ണം ഗെയിംസിൻ്റെ, ഒരെണ്ണം വർക്കിൻ്റെ, അങ്ങനെ ഒരെണ്ണം നോർമലായിട്ടുള്ളത്. അപ്പം ഞാൻ നോർമൽ തന്നെ എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നമ്മൾ നേരത്തെ തന്നെ പോയിട്ട് കുറച്ച് നേരം മിററിലൊക്കെ നോക്കിയിട്ട് പിന്നെയും കുറേ ലിപ്സ്റ്റിക്ക് വാരി തേച്ചിട്ട് പിന്നെ മിററിലൊക്കെ നോക്കിയിരിക്കുമ്പോഴായിരുന്നു ഞാൻ അടുത്ത് എൻ്റെ ലാപ്ടോപ്പ് എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ താഴത്തോട്ട് പോയി, 1st ഫ്ലോറിലോട്ട് പോയി. അങ്ങനെ അവിടെ എത്തി നമ്മൾ നേരെ തന്നെ പോകുന്നത് കുറച്ച് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ്. അവിടെ പോയി നോക്കിയപ്പോഴായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. പിന്നെ എന്ത് ജ്യൂസാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ വലിയ വേണ്ടേ, അതൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ ഓർഡർ ആക്കുന്ന പോലെ ഞാൻ ഡെലിവറി ഓർഡർ ആക്കി ഗൈസ് ഓൺലൈനിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ തന്നെ എത്തി പെട്ടെന്ന്. പിന്നെ നമുക്കതൊന്ന് ഓർഗനൈസ് ചെയ്ത് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റാ, ദിസ് ഈസ് ദി ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പോയിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം.
ഒരു തട്ടിക്കോട്ട് മിൽക്ക് ഷേക്കൊക്കെ ആണെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ തന്നെ പൈനാപ്പിൾ ഇട്ടു, ആപ്പിൾ ഇട്ടു, കോക്കനട്ട് ഇട്ടു, പെയർ ഇട്ടു, ഇനി ബനാന ഇട്ടു. അങ്ങനത്തെ ഒരെണ്ണമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു കോക്കനട്ട് ഇടണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നേരെ തന്നെ പോയിട്ട് ഗ്ലാസ് എടുത്തിട്ട്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഗ്ലാസ്. നമ്മൾ അതൊന്ന് ഒഴിച്ചൊക്കെ തന്നെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ അടിപൊളി മിൽക്ക് ഷേക്കായിരുന്നു കേട്ടോ. അതിന് മധുരമൊന്നും ഇട്ടിട്ടില്ല, എല്ലാത്തിനും അടിപൊളി മധുരമായിരുന്നേ. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ കുടിക്കാൻ പോവുകയാണ്. എന്താ ടേസ്റ്റ് ഒന്നും കാണണ്ടേ. നേരെ തന്നെ പിന്നെ കുടിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നടാ. സാധാരണ നമ്മൾ ബനാന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഐസാണ്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ കോക്കനട്ട് വാട്ടർ പിന്നെ കഴിക്കാനായിട്ട് നോക്കിയപ്പോൾ ടോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല. പിന്നെ ഈ ടാപ്പ് വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റുന്ന വാട്ടറാണ്, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കേസ് നിങ്ങൾ. നമ്മൾ നേരെ തന്നെ പോയിട്ട് ഗ്യാസിൽ വെക്കുവാണ് ഞങ്ങൾ. നമുക്ക് നേരത്തെ തന്നെ പെട്ടെന്ന് തന്നെ ഗ്യാസിൽ വെക്കാവേ. ആ ഗ്യാസ് ഓണാക്കി ഇനി വെക്കാം ഗൈസ്. അങ്ങനെ അത് ഇവിടുന്ന് ചൂടാന്ന് വരും. നമുക്കിവിടെ വെറുതെ ബോറടിച്ചിരിക്കാതെ ഞാൻ പെട്ടെന്നാവുമെന്ന് വിചാരിച്ചു, പിന്നെ പെട്ടെന്നൊന്നും ആയില്ല കേട്ടോ. 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ ഡൗൺ ആവാൻ തുടങ്ങി. കാരണം കുറേ നേരമൊന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ തന്നെ പോയിട്ട് ആ ഡിഷ് വാഷർ സംഭവമൊക്കെ തന്നെ കഴിഞ്ഞിട്ടാണ്. അതിന് നിങ്ങൾ ലേറ്റായി 11 o'clock എത്തണം. ഇപ്പം 9:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റെയിൻലി ബോട്ടിൽ നേരത്തെ തന്നെ വെള്ളമൊക്കെ തന്നെ നിറച്ച് ഞാൻ നേരത്തെ തന്നെ കൊണ്ടുപോയിട്ട് വെക്കാൻ പോവാണ്. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ പോയില്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ ഞാൻ നേരത്തെ തന്നെ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പിന്നെ എന്താ പറയുക, പോയിട്ട് ആ ഡിഷ് വാഷറിൻ്റെ ഇതൊക്കെ തന്നെ ക്ലോസ് ആക്കി ഞാൻ പെട്ടെന്ന് തന്നെ വെച്ചിട്ട് നമുക്ക് നേരത്തെ തന്നെ പുറത്ത് പോകാവേ. അപ്പോൾ ടാക്സി വിളിച്ചിട്ടൊന്നുമില്ല, പുറത്തുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പോയാൽ പോരെ. എന്നിട്ട് പുറത്ത് പോയി നോക്കിയപ്പോൾ റയാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴത്തെ ടാക്സി ഡ്രൈവറാണ് നിങ്ങൾക്ക് കാണാമല്ലോ, എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെൻ്റെ നോർമലായിട്ടുള്ള ടാക്സി ഡ്രൈവറാണ്. അപ്പം ഇതെന്തായാലും ഭയങ്കര ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും പാട്ടായിട്ട് വരുന്നതായിരിക്കും. കുറച്ചുകൂടി ലെങ്തി ആക്കാൻ നോക്കാം അടുത്ത പ്രാവശ്യം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.